കുറച്ച് ദിവസം കൊണ്ട് തൽക്കാലത്തേക്ക് നമ്മുടെ വീഡിയോസൊക്കെ നിർത്തി വെച്ചേക്കുമായിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരുന്നു. എന്തായാലും എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ കാണാതായപ്പോഴത്തേക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നു തുടങ്ങി, എന്താണ് ഈ പരിപാടി നിർത്തിയോ, ഇനിയിപ്പം യൂട്യൂബൊക്കെ വരുമാനം ഇല്ലാത്തത് കൊണ്ട് സ്റ്റോപ്പ് ചെയ്തോ എന്നൊക്കെ. എവിടെ, ഞാൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് എന്തായാലും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ഇത് നല്ല രസമുള്ള പരിപാടിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തായാലും ഞാനിങ്ങനെ അടിച്ചു പൊളിച്ച് എൻ്റെ സോളോ ലൈഫ് നന്നായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു കേട്ടോ. ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചായ കുടിക്കാനായിട്ട് സ്വന്തമായിട്ട് പോകുന്നതും അതുപോലെ തന്നെ വീട്ടിൽ വന്നിട്ടുള്ള കുക്കിങ്ങും ഉണക്കലും പെറുക്കലും. ഈ ഒരു മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പരിപാടികളുടെ മാസമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരുടെ കല്യാണം, അതുപോലെ തന്നെ ആദ്യ കുർബാന, അങ്ങനെ ഓരോ പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്ത് ഞാനിങ്ങനെ സന്തോഷത്തോടുകൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മുട്ടൻ പണി കിട്ടിയത്. അത്രയ്ക്ക് വലിയ പണിയല്ലെങ്കിലും എന്തായാലും ഒരു 1.5 ആഴ്ചത്തെ കാര്യത്തിന് തീരുമാനമാക്കിയ ഒരു പണിയായിരുന്നു കേട്ടോ. അത് കിട്ടിയ പണി എന്താണെന്ന് വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. സോളോ ലൈഫ് ആയിരുന്നു എന്ന് പറയാൻ കാരണം കുറച്ച് ദിവസങ്ങൾ കൊണ്ട്, ഏകദേശം ഒരു 1.5 മാസം കൊണ്ട് അമ്മച്ചിയുടെ അനിയത്തിയുടെ കൂടെ ബൈസ്റ്റാൻഡറായിട്ട് ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. പിന്നെ ഹസ്ബൻഡ് ജോലിയുടെ ഭാഗമായിട്ട് വന്നും പോയൊക്കെ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ വീട്ടിൽ ഞാൻ മാത്രമായിരുന്നു കുറച്ച് ദിവസങ്ങൾ. ബേസിക്കലി ഞാനൊരു സോളോ പേഴ്സൺ ആയതുകൊണ്ട് ഏകാന്തമായ ജീവിതമൊക്കെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഒരു പരിധിവരെ ഞാൻ എൻജോയ് ചെയ്യും കേട്ടോ. ഒത്തിരി കൂട്ട് വേണമെന്നും നമ്മളെ ഇങ്ങനെ കെയർ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ലാത്ത ഒരാളാണ്. ആദ്യമൊക്കെ എനിക്കിതൊരു പ്രശ്നമാണോ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഇതിൻ്റെ ഒരു ക്വാളിറ്റി ആണെന്ന്. കാരണം എന്താണെന്നറിയുമോ, നമ്മുടെ ബോധപൂർവ്വം ഒരാൾ അവോയ്ഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മളെ പരിഗണിക്കാതിരിക്കുന്നതൊക്കെ ഇല്ലേ, വളരെ നിസ്സാരമായിട്ട് കാണാൻ പറ്റും ഒരു പരിധിവരെ. ബൈ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ സോളോ ലൈഫ് അല്ലെങ്കിൽ ഏകാന്തമായ ജീവിതമൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നവർ സെൽഫിഷ് ആണെന്ന് ഒരിക്കലും കരുതരുത് കേട്ടോ. എന്തായാലും ശരീരം കൊണ്ട് എൻ്റെ അമ്മച്ചി ആൻറ്റിയുടെ കൂടെ ഹോസ്പിറ്റലാണെങ്കിലും എപ്പോഴും ഫോൺ വിളിച്ചിട്ട് കഴിച്ചോ കുടിച്ചോ എഴുന്നേറ്റോ പോയോ വന്നോ ഇങ്ങനെ നാഴിക്ക് 40 വട്ടം വിളിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അങ്ങനെ തരക്കേടില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ കിട്ടിയ പണിയാണ്. 2 അണപ്പല്ല് പെട്ടെന്ന് എടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ നല്ല നീരും ബുദ്ധിമുട്ടും വേദനയൊക്കെ ആയിട്ട് ഒരാഴ്ച അങ്ങ് പോയി കിട്ടി. എവിടെയോ എന്തൊക്കെയോ തകരാറ് പോലെ തോന്നിയ ദിവസങ്ങളായിരുന്നു കേട്ടോ. എന്തായാലും എല്ലാം ഓക്കെ ആയി. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.